നട്ടപ്പാതിരയ്ക്ക് സൂര്യൻ ഉദിച്ചതുപോലെയായി ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥ. മാധ്യമ കണ്ണുകൾ എല്ലാം കണ്ടു. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ തവിടുപൊടിയായി എന്ന വാർത്ത പുറത്തുവിട്ടു. ടെലഗ്രാം അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടായതിൽ അമേരിക്ക ആനന്ദിക്കുന്നു. മാത്രമല്ല, തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് ഇറാനുമായുള്ള യുദ്ധമെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇറാനുമായി യുദ്ധം തുടർന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർന്ന് തരിപ്പണമാകും എന്ന തിരിച്ചറിവാണ് അമേരിക്കയെ കൊണ്ട് കോംപ്രമൈസിന് തയ്യാറാക്കിയത്. വെടിനിർത്തൽ കരാർ വന്നു കഴിഞ്ഞു. ഇറാനും ഇസ്രായേലും. പശ്ചിമേഷ്യയ്ക്ക് സമാധാനം, ലോകത്തിന് സമാധാനം. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണം തുടരുന്നു. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളിൽ ഒന്നായ ഹമാസ് ആണ് ഇപ്പോൾ ഉഗ്രമായ രീതിയിൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ വാർത്തയനുസരിച്ച് ഇന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 2 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. അവർ ആക്രമണം നടത്താൻ കാരണമുണ്ട്. ഇറാനോട് തോറ്റതിൻ്റെ കലിപ്പെല്ലാം ഇസ്രായേൽ തീർക്കുന്നത് ഹമാസിനോടാണ്, ഗസയിലെ ജനങ്ങളോടാണ്. ഭക്ഷണം കിട്ടാൻ വേണ്ടി യാചിച്ചു നിന്ന ഗസയിലെ ജനങ്ങൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ ഒക്കെ ആക്രമണം നടത്തി അവരെ വകവരുത്തി ഇസ്രായേൽ. അത്ര ക്രൂരമായ രീതിയിലാണ് ഇസ്രായേൽ ഗസയിലെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതിനൊരു തിരിച്ചടി വേണ്ടേ? അതിന് തിരിച്ചടി കൊടുക്കാൻ ഒരു പോരാളിയെങ്കിലും വേണ്ടേ? അതാണ് ഹമാസ് തിരിച്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 8 ഇസ്രായേലികൾ ഹമാസിൻ്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. പരിക്കേറ്റവരുടെ നിജസ്ഥിതി ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. ചുരുക്കത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചെങ്കിലും ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിക്കാൻ ഇനി കുറച്ചു കാലം കൂടി വേണ്ടിവരും. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയെടുക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാന കരാറിന് ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം, ഇസ്രായേലിൻ്റെ അധിനിവേശം, അതൊരിക്കലും ഹമാസ് അംഗീകരിക്കുന്നില്ല. അധിനിവേശ ശക്തികൾ പിന്തിരിഞ്ഞു പോകുന്നത് വരെ തങ്ങളുടെ നാടിനു വേണ്ടി പൊരുതും എന്നാണ് ഹമാസ് നേതാക്കൾ പറയുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിജയത്തിൻ്റെ ദിവസമാണ്. ഇസ്രായേലിലേക്ക് അവർ വീണ്ടും ഒരാക്രമണം നടത്തിയിരിക്കുന്നു. ഇറാനുമായി തോറ്റ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതികേട്ടിലാണ് ആ രാജ്യം. ബെഞ്ചമിൻ നെതന്യാഹു ഏത് നിമിഷവും സ്ഥാനഭ്രഷ്ടനാക്കാം എന്ന മട്ടിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗ്ലാമറെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നെതന്യാഹു രാജ്യത്തെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയതെന്ന് അദ്ദേഹത്തിൻ്റെ വിരുദ്ധർ ആരോപിക്കുന്നു. ഒരുപാട് പേർക്ക്, ഏകദേശം 13,000-ലേറെ ഇസ്രായേലികൾക്ക് വീട് നഷ്ടപ്പെട്ടു. അവർ കിടക്കാൻ സ്ഥലമില്ല. ഇസ്രായേലിൻ്റെ വ്യോമത്താവളങ്ങളെല്ലാം ഇറാൻ തകർത്ത് തരിപ്പണമാക്കി. ഒരു സംഹാരതാണ്ഡവം തന്നെയാണ് ഇറാൻ ഇസ്രായേലിൽ നടത്തിയത്. ഇറാനെ തൊട്ടാൽ ഇങ്ങനെയായിരിക്കും എന്ന് ലോകത്തിന് മുമ്പിൽ ഇറാൻ അറിയിച്ചു കൊടുക്കുകയായിരുന്നു ഈ യുദ്ധത്തിലൂടെ എന്ന് വ്യക്തം. അതിനിടയിലാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഹൂതികളും ഇടയ്ക്കിടെ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേലിലേക്ക്. എന്തായാലും ഹമാസിന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ പുറത്തു വരുന്നത്. യുദ്ധം അവസാനിക്കുന്നില്ല എന്നർത്ഥം. ഹമാസിന്റെ മിസൈലുകൾ ലക്ഷ്യം കാണുകയും 5 ഇസ്രായേലികൾ മരണമടയുകയും ചെയ്തു. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കുണ്ട്. കൂടുതൽ വാർത്തകൾ ഇസ്രായേൽ പുറത്ത് വിട്ടിട്ടില്ല. പുറത്തുവിടാൻ പറ്റുന്ന രീതിയിലുള്ള വാർത്തകളല്ല ഇസ്രായേലിനുള്ളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആകെ മൊത്തം ആശങ്കയിലാണ്. ഇസ്രായേലികൾ ആശങ്കയിലാണ്. ജീവൻ കയ്യിൽ പിടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഗസയിലെ ജനങ്ങൾക്ക് മേൽ അധിനിവേശം നടത്തുമ്പോൾ ഇതൊന്നും ഇസ്രായേൽ ചിന്തിച്ചു കാണില്ല. ഇപ്പോൾ നടുവൊടിഞ്ഞു കിടക്കുന്ന പാമ്പാണ് ഇസ്രായേൽ. നടുവൊടിഞ്ഞു കിടക്കുന്ന പാമ്പിന്, ഇറാനുമായുള്ള യുദ്ധത്തിൽ നടുവൊടിഞ്ഞു കിടക്കുന്ന ഇസ്രായേൽ എന്ന പാമ്പിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ഹമാസും ഹൂത്തികളും എല്ലാം. കാരണം കയ്യിൽ കിട്ടിയ നിമിഷം എടുത്തിട്ട് ചാമ്പുക. അതാണ് ഇപ്പോൾ ഹമാസൊക്കെ ചെയ്യുന്ന ഒരു രീതി. എപ്പോൾ കൈ കിട്ടുന്നു അപ്പം പണി കൊടുക്കുക. ആ പണി 8ന്റെ പണിയായി മാറിയിരിക്കുന്നു.
എന്തായാലും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളിലൊന്നായ ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടിരിക്കുന്നു. 5 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിനർത്ഥം യുദ്ധം തീർന്നിട്ടില്ല. ഇതിനർത്ഥം യുദ്ധം അവസാനിക്കുന്നില്ല. യുദ്ധം അവസാനിക്കണമെങ്കിൽ ഗസയിൽ വെടിനിർത്തൽ ഇരുവരും അംഗീകരിക്കണം. പക്ഷേ ഇരുവരും അംഗീകരിച്ചിട്ടില്ല. ട്രംപ് ഇടപെട്ട് വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. പൊളിറ്റിക്സ് കേരള അത് റിപ്പോർട്ടും ചെയ്തിരുന്നു. പക്ഷേ ഹമാസ് ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. അവർക്ക് ആക്രമിക്കാൻ അവരുടേതായ ന്യായമുണ്ട്. അവരുടെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. അവർക്ക് മേൽ അധിനിവേശം നടത്തുകയാണ് ഇസ്രായേൽ സൈന്യം. അവർക്ക് മേൽ ഒരു സൈന്യം അധിനിവേശം നടത്തുമ്പോൾ ദേശസ്നേഹികളായ പോരാളികൾ പ്രതികരിക്കും. അതൊരു സ്വാഭാവികമായ പ്രതിഭാസമാണ്. അതുമാത്രമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർ ശക്തമായി തന്നെ ഇന്ന് തിരിച്ചടിച്ചിരിക്കുന്നു. ഇതിനു മുമ്പും ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടാവുകയും ഇസ്രായേലിന് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രായേൽ അത് പുറത്തുവിട്ടില്ല. മറുഭാഗത്ത് ഇറാൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ ബോംബറുകൾ ഇറാന്റെ ഫോർദോ ആണവ നിലയം തകർക്കാൻ ഒക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അവയുടെയൊക്കെ പ്രവർത്തനം ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടെടുത്ത് ലോകത്തിന് മുമ്പിൽ ആണവായുധം നിർമ്മിച്ച് കാണിക്കാനുള്ള തത്രപ്പാടിലാണ് ഇറാൻ. ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം കിട്ടുന്നത് അമേരിക്കയെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. കാരണം ഇറാൻ എക്കാലവും അമേരിക്കയുടെ ശത്രുവായിരുന്നു. മുമ്പ് ഇറാഖുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക പൂർണ്ണ പിന്തുണ ഇറാഖിന് നൽകിയിട്ടും ഇറാനെ കീഴടക്കാൻ സാധിച്ചില്ല. അവർ പൊരുതിക്കൊണ്ടേയിരുന്നു. പൊരുതി അവർ ജയിച്ചു കയറിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും അതാണ് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്തുമാത്രം തിരിച്ചടികൾ ഇറാന് തങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിന് കൊട്ടേഷൻ കൊടുത്തത്. ഒന്ന് പോയെന്ന് കറങ്ങി വരാൻ പറഞ്ഞപ്പോൾ ഇസ്രായേലിനെ നടുവൊടിച്ച് കളഞ്ഞു ഇറാൻ. ഇപ്പോഴിതാ ഇസ്രായേലിനെ കയറി മേയുകയാണ് ഹമാസ്. ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത എന്ത് പ്രധാനമന്ത്രിയാണ് ഉള്ളതെന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. നെതന്യാഹു ആകട്ടെ തല കുമ്പിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇറാന് നേർക്ക് കയറി ചൊറിയുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്ന് നെതന്യാഹുവിന് അറിയണമായിരുന്നു. അല്ലെങ്കിൽ ഇറാനെ ഒന്ന് പഠിക്കണമായിരുന്നു. ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് അറിയണം. അവരെ പഠിക്കണം. അവരുടെ പോരാട്ട വീര്യം എന്തെന്ന് അറിയണം. ഖൊമൈനിക്ക് ഇറാനിലെ ജനങ്ങൾക്ക് മേലുള്ള സ്വാധീനം അതെന്താണെന്ന് അറിയണം. ഇതൊന്നും അറിയാതെ ചുമ്മാ കയറി ചൊറിഞ്ഞിട്ട് തിരിച്ച് ഇറാൻ കയറി മാന്തിയപ്പോൾ അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല. മറുവശത്ത് ഇസ്രായേലിന്റെ പല സൈനിക താവളങ്ങളും തകർന്ന് തരിപ്പണമായ വാർത്തകൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെ ഹമാസിന്റെ ആക്രമണത്തിൽ 5 ഇസ്രായേലികൾ കൊല്ലപ്പെട്ട വാർത്തയും പുറത്തു വരുന്നു.